ഡ്രഗ് ഇൻസ്പെക്ടർ വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSCയുടെ വെബ്സൈറ്റിൽ ഈ നോട്ടിഫിക്കേഷൻ നമ്മൾക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ നോക്കാം. നമ്മളിപ്പോൾ UPSCയുടെ വെബ്സൈറ്റിലാണുള്ളത്. ഇതിൽ താഴേക്ക് വരുമ്പോൾ ഇതവിടെ കാണാം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 7/2026. അതിൻ്റെ അടുത്ത് തന്നെ നോട്ടിഫിക്കേഷൻ്റെ PDF അവൈലബിൾ ആണ്. ഇപ്പോൾ PDF-ലേക്ക് നമുക്ക് നോക്കാം. PDF-ൽ പറയുന്നുണ്ട് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 7/2026 invites online recruitment application for the selection of following post. അപ്പോൾ താഴെ പറയുന്ന പോസ്റ്റിലേക്ക് സെലക്ഷൻ വിളിച്ചിട്ടുണ്ട് എന്നാണ്. ഇതിൽ നമ്മൾ ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ വേക്കൻസി കൂടിയും വിളിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഡ്രഗ് ഇൻസ്പെക്ടറിൻ്റെ വേക്കൻസി നോക്കാം. ഓക്കെ, ഇതാ വേക്കൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വേക്കൻസി നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 186 വേക്കൻസീസ്, 186 ഡ്രഗ് ഇൻസ്പെക്ടർ വേക്കൻസിയിലേക്കാണ് നമ്മൾ ഇത്തവണ UPSC എക്സാം നടത്താൻ പോകുന്നത്. ബൈ സിഡസ്കോയിൽ വന്നിട്ടുള്ള 186 ഡ്രഗ് ഇൻസ്പെക്ടർ വേക്കൻസിയിലേക്ക് എക്സാം നടത്താൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. 186 വേക്കൻസിയിൽ 8 വേക്കൻസി PWD കാൻഡിഡേറ്റ്സിനാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ബാക്കി റിസർവേഷൻ കാറ്റഗറീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതിന് മുന്നേ പേ സ്കെയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പേ സ്കെയിൽ ലെവൽ 8 ആണ് വരുന്നത്. ലെവൽ 8 എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 90,000 to 1 lakhൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് പേ സ്കെയിൽ വരുന്നത്. അത് പേ സ്കെയിൽ ലെവൽ 7th CPC ആണ്. ഇതിന് പകരം 8th പേ കമ്മീഷൻ വന്നാൽ നിങ്ങളുടെ പേ സ്കെയിൽ എന്തായാലും ഒരു എബോവ് 1 lakh ആണ് വരാൻ പോകുന്നത്. ഇനി ഏജ് റിലാക്സേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഏജ് അൺറിസർവ്ഡ് ജനറൽ കാറ്റഗറിക്ക് 30 വയസ്സാണ് മാക്സിമം ഏജ് പറയുന്നത്. EWSന് 30 വയസ്സാണ്. OBC കാൻഡിഡേറ്റ്സിന് 33 വയസ്സും SC കാൻഡിഡേറ്റ്സിന് ST കാൻഡിഡേറ്റ്സും 35 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇതാ ബാച്ചിലർ ഡിഗ്രി ഇൻ ഫാർമസി ഓർ ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, പിന്നെ മെഡിസിൻ, ക്ലിനിക്കൽ ഫാർമക്കോളജി, മൈക്രോബയോളജിയിൽ സ്പെഷ്യലൈസേഷൻ ഉള്ള ഡോക്ടേഴ്സിന് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ B.Pharm കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ B.Pharm, M.Pharm, PharmD ഗ്രാജുവേറ്റ്സിന് എന്തായാലും ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ബാക്കി എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, ഓക്കെ, അത് ഡീറ്റെയിൽസ്. പ്രൊബേഷൻ പീരീഡ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം 2 കൊല്ലത്തെ ഒരു ട്രെയിനിങ് പീരീഡ്, 2 കൊല്ലം ഒരു പ്രൊബേഷനിലായിരിക്കും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. വേക്കൻസി ഡീറ്റെയിൽസ്, വേക്കൻസി, റിസർവേഷൻ, ആ കാര്യങ്ങളൊന്ന് നോക്കാം. നമ്മുടെ റിസർവേഷൻ ഡീറ്റെയിൽസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 186 വേക്കൻസീസിൽ 55 എണ്ണം ജനറൽ കാറ്റഗറിക്കും 41 EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനും, OBCക്ക് 39 സീറ്റും SC/STക്ക് 16 സീറ്റുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറി നോക്കുക, അതിനനുസരിച്ചിട്ടുള്ള സീറ്റ്സ് നോക്കുക. കാറ്റഗറി ഉള്ളവർ, OBC, SC/ST ഉള്ളവർ പുതുതായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കുക ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിന് ഇനി റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ് എവിടെ വെച്ചാണ് നടക്കുക എന്നാണ് പറയുന്നത്. ഇത് ഇത്രയും സിറ്റീസിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിൽ കേരളത്തിൽ വരുന്നത് കൊച്ചിയാണ് കുറച്ചും കൂടി നിയറായിട്ട് കേരളത്തിൽ വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ചെന്നൈയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമുക്ക് നിയറസ്റ്റ് ആയിട്ട് വരുന്നത്. ചെന്നൈ വരുന്നുണ്ട്, കൊച്ചി വരുന്നുണ്ട്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ് സെൻറ്ററും നമുക്ക് അടുത്തായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീനെ പറ്റി പറയുകയാണെങ്കിൽ ഓൺലി 25 rupees, 25 രൂപ മാത്രമേ ആപ്ലിക്കേഷൻ ഫീ വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് ഏത് ഡെബിറ്റ് കാർഡ് ആണെങ്കിലും UPI ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആണിത്. ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ 17/7/2026. ജൂലൈ 17 വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമുള്ളൂ. ശ്രദ്ധിക്കുക, ജൂലൈ 17 വരെ സമയമുള്ളൂ. ഓൾറെഡി ജൂലൈ ആയി. ആകെ ഓൾമോസ്റ്റ് 17 ദിവസം 20 ദിവസമേ കിട്ടുന്നുള്ളൂ. നിങ്ങൾ ഈ കാര്യം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ആപ്ലിക്കേഷൻ വിൻഡോ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതുവരെ 186 വേക്കൻസിയിലേക്ക് ഡ്രഗ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ സെലക്ഷൻ ചാൻസസ് നിങ്ങൾക്കുണ്ട്. മാത്രമല്ല കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലായിരിക്കും. അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തായാലും എല്ലാവരും അപ്ലൈ ചെയ്യുക. ഗോൾഡൻ ചാൻസ് ആണ്. താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക്.